പെരുന്നാളിന്റെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ സർവ്വ തിന്മകളിലേക്കും പോകുന്ന രീതി പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലും മക്കളിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു പെരുന്നാൾ അടുത്തു വരുമ്പോ പുതുവസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇക്കഴിഞ്ഞ നോമ്പിന്റെ തലേ ആഴ്ചയുള്ള കല്യാണത്തിന് വാങ്ങിയതുണ്ടെങ്കിലും ഒരു പുതുവസ്ത്രം, അത് ചെറുതാണെങ്കിൽ പോലും, ഏതെങ്കിലും ഒന്നാണെങ്കിൽ പോലും, ഉലമാക്കൾ പറയുന്നുണ്ട് ഒരു പുതിയ ടവലാണെങ്കിൽ പോലും അത് നിങ്ങൾ ആ പെരുന്നാളിന് വേണ്ടി ഒരുക്കി വെക്കണം. എന്തിനാ വെറുതെ വാങ്ങുന്നത്? നാട്ടിലെ സർവ്വ കല്യാണത്തിനും വാങ്ങുന്നവന് പെരുന്നാളിന് വേണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, ആ മനസ്സിലൊരു മൂടിയുണ്ട്, ആ മനസ്സിലൊരു മറയുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് പടച്ചോൻ ഒന്നിന്റെയും ഭംഗി കൊടുക്കൂല, ഒന്നിന്റെയും സമാധാനം കൊടുക്കൂല. ഓനൊരു 100 രൂപ മറ്റൊരാൾക്ക് കൊടുത്താൽ പോലും ഓന്റെ മനസ്സിൽ അതൊരു സന്തോഷമായിട്ട് തോന്നൂല. 100 പോയി എന്നൊരു തോന്നലോ, ഇങ്ങനെ കൊടുത്ത അവസാനം എനിക്കില്ലാണ്ടാകുമോ എന്നുള്ള ബേജാറോ ഉണ്ടാവും. അതാ മനസ്സിന്റെ മൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ ആഘോഷിക്കേണ്ടത് സുയ്യിനു അയ്യാദക്കും ബി തക്ബീർ, തക്ബീർ കൊണ്ടാണ്. ബന്ധങ്ങൾ ചേരാൻ, പരസ്പരം ചേർന്ന് നിൽക്കാൻ, കുടുംബങ്ങളെ ചേർക്കാൻ. മറ്റുള്ള സങ്കടപ്പെടുന്ന ആളുകൾക്ക് ഫിത്ർ സക്കാത്ത് പോലും ഇസ്ലാം നിർബന്ധമാക്കിയത് എന്തുകൊണ്ടാണ്? പെരുന്നാളിന്റെ അന്നൊരാളും മനസ്സ് വേദനിച്ച് ജീവിക്കാൻ പാടില്ല. പക്ഷെ പെരുന്നാളിന്റെ അന്നും ഫിത്ർ സക്കാത്തൊക്കെ കൊടുത്തിട്ടും പുതിയ വസ്ത്രം ധരിച്ചിട്ടും മനസ്സ് വേദനിച്ച് ജീവിക്കുന്ന കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ആ മനുഷ്യന്റെ ഇബാദത്ത് കൊണ്ട് പ്രത്യേകിച്ച് അള്ളാന്റെ അരികിലേക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല.